ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ മറൈൻ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പം ഞങ്ങൾ ഈവനിങ് ആണ് പോയിട്ടുണ്ടായിരുന്നത്. പോയി ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 120 റുപ്പീസാണ് കേട്ടോ ആവുന്നത്. 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കെല്ലാം ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഇതേ അകത്തോട്ട് കയറി. ഞങ്ങൾ കഴിഞ്ഞ വർഷവും പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ വർഷം കുറച്ച് മെർമെയ്ഡിൻ്റെ, കുറച്ചെന്നല്ല ഒരു 2 മെർമെയ്ഡിൻ്റെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ സ്പെഷ്യലായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം കുഞ്ഞിനെ കാണിക്കലാണ് മെയിൻ ഞങ്ങളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ചെറിയ ചെറിയ മീനുകൾ തൊട്ട് വലിയ മീനുകൾ വരെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. കഴിഞ്ഞ തവണ കണ്ടതുകൊണ്ട് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിനങ്ങനെയല്ല. കുഞ്ഞുങ്ങൾക്ക് ഓരോ വയസ്സ് കൂടുമ്പോഴും അവർ കാണുന്ന രീതിയും അവരുടെ കാഴ്ചപ്പാടുകളും അവർ എൻജോയ് ചെയ്യുന്ന രീതിയും എല്ലാം മാറുന്നതുകൊണ്ട് അവൾക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളങ്ങനെ കണ്ടു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം തിരക്കിൻ്റെ ഇടയിലൂടെ ഇതുപോലെ പോയി കണ്ടു. ഇപ്പോൾ കുറേ ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുക്കാൻ തന്നെ പാടാണ്. നല്ല തിരക്കുള്ളതുകൊണ്ട് ആൾക്കാരിങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് നല്ല പാടാണ് കേട്ടോ. ഈ ഒരു മീൻ കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല രസമുണ്ട്, നല്ല കളർഫുൾ മീൻ. നമ്മളിങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുമ്പോഴത്തേനും പോസ് ചെയ്യുന്ന ആ ഒരു തരത്തിലാണ് കേട്ടോ അതൊക്കെ നിന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ അണ്ടർ വാട്ടർ അക്വേറിയം പോലെ നമുക്കങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ മുകളിലും താഴെയും സൈഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാനായിട്ട്, താഴെയില്ല കേട്ടോ, മുകളിലും സൈഡിലൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ വലിയ വലിയ മീനുകളും അതിൻ്റെയൊക്കെ വാലിൻ്റെ ആ ഒരു ഡിഫറൻസും കളറും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഓരോ മീനിനും ഓരോരോ സ്പെഷ്യാലിറ്റി. ചിലപ്പോൾ അതിൻ്റെ വാലിൻ്റെ കളറിനായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ദേഹത്തുള്ള കളറായിരിക്കാം, പിന്നെ അതിൻ്റെ ചിറകിനായിരിക്കാം. അപ്പോൾ നല്ല രസമുണ്ട്. ഇതൊക്കെ എന്താണ് ചത്ത് കിടക്കണ പോലെയൊക്കെ തോന്നി കേട്ടോ. ഇതുണ്ടോ, 2 മീനുകൾ തമ്മിൽ എന്തോ സംസാരിക്കുന്ന ഒരു സംഭവമായിരുന്നു പോലെ തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ മീനിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു വെറൈറ്റി കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുഞ്ഞാണെങ്കിൽ ഭയങ്കര ഇഷ്ടത്തോടെ കൂടിയിട്ട് അതിനെ ആദ്യമൊക്കെ പേടിയായിരുന്നു. പിന്നെ അവൾ ഇങ്ങനെ തൊട്ടു. പിന്നെ തൊട്ടാൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലായതിന് ശേഷം അവളിങ്ങനെ തൊട്ടുമൊക്കെ നോക്കി കേട്ടോ. പിന്നെ ഇതുപോലെ പോയി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് തന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് ഉണ്ട് പറയാൻ എനിക്കെന്തോ ഒത്തിരി ഉള്ളതുപോലെയും ഫീൽ ചെയ്തില്ല, എന്നാൽ തീരെ കുറവാണെന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. എന്നാൽ കുറച്ചധികം ഉണ്ട്. അങ്ങനെ ചിലതിലൊന്നും ഒരെണ്ണം പോലും ഇല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിറങ്ങി. ഇതാണ് മെർമെയ്ഡ്. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. 2 പെണ്ണുങ്ങൾ. നമുക്കറിയാം അത് ഒറിജിനൽ മെർമെയ്ഡൊന്നും അല്ല എന്നുള്ളത്. പക്ഷേ കുട്ടികൾക്ക് അത് കാണുമ്പോൾ ഭയങ്കര രസമല്ലേ. ആമി കുറേ നേരം അവിടെ തന്നെ നിന്നു കേട്ടോ. പക്ഷേ എനിക്കെന്താ അത്ഭുതം തോന്നിയെന്ന് വെച്ചാൽ, എത്ര മണിക്കൂറായിട്ടാണ് അവർ ആ വെള്ളത്തിൽ കിടക്കുന്നത്. എങ്ങനെ അവരെ കൊണ്ട് അതിന് പറ്റുന്നു എന്നാണ് ആലോചിക്കുന്നത്. 2 പേരുണ്ടായിരുന്നു ഒരു സെക്ഷനിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇതെങ്ങനെ ഇവർക്കത് പറ്റുന്നു എന്ന് ആലോചിക്കുകയായിരുന്നു. പിന്നെ ഇറങ്ങി സാധാ നോർമൽ പോലെ തന്നെ കുറേ സ്റ്റൂളും അത് ഓരോന്നൊക്കെ വെക്കുന്നത്, ചെടി ഉണ്ടായിരുന്നു. പിന്നെ കമ്മലുകൾ, വള, അങ്ങനെ കുട്ടികളുടെ ടോയ്സ്, ബുക്സ്, പിന്നെ ഡ്രസ്സ്, മാല, വള, അങ്ങനത്തെയൊക്കെ ഓരോരോ ചെറിയ ചെറിയ സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പതിവ് സംഭവം തന്നെ. പിന്നെ അതുപോലെ തന്നെ പുറത്തും പതിവ് കാര്യങ്ങളൊക്കെ തന്നെ, കുറച്ച് റൈഡും ഗെയിംസും ഒക്കെ തന്നെ. അപ്പോൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക്